നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അപ്പം എങ്ങനെയാ CSKക്ക് വണ്ടി വിടാനായില്ലേ? രാജസ്ഥാൻ റോയൽസ് ജയിച്ചു. 14 പോയിന്റിലേക്ക് അവരെത്തിക്കഴിഞ്ഞു. ഇനി ഒരു കളി ബാക്കി. അത് എംഐയെ തോൽപ്പിച്ച 16 പോയിന്റ് അവർ പ്ലേ ഓഫ് ഉറപ്പാക്കും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവർ ഒരു കാല് പ്ലേ ഓഫിലേക്ക് എടുത്തു വെച്ചു തന്നെ പറയണം. LSGയെ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ വൈഭവ് സൂര്യവംശി വാവ് 10 സിക്സറല്ലേ ആ ബാറ്റിൽ നിന്ന് പിറന്നത്. സിക്സർ മഴ, സെഞ്ചുറി അവൻ അർഹിച്ചിരുന്നു. പക്ഷേ 38 പന്തിൽ നിന്ന് 93 റൺസ് അടിച്ച് അവൻ മടങ്ങിപ്പോയി. ബൗണ്ടറി ലൈനിലെ സമതാണ് ക്യാച്ച് എടുത്തത്. അവൾ പറയുന്നത് ഇതൊരു റെക്കോർഡ് കൂടി ഇന്ന് സൂര്യവംശി കുറിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ സൂര്യവംശി IPL ചരിത്രത്തിൽ ഒരു സീസണിൽ 50 സിക്സറുകൾ അടിക്കുന്ന ആദ്യ ഇന്ത്യൻ ബാറ്ററായി മാറിയിരിക്കുന്നു. ഹി ബിക്കംസ് ദി ഫസ്റ്റ് ഇന്ത്യൻ ബാറ്റർ ടു സ്മാഷ് 50 സിക്സേഴ്സ് ഇൻ എ സിംഗിൾ IPL സീസൺ. ഇനി നോക്കുക, 13 ഇന്നിങ്സുകളിൽ നിന്ന് 579 റൺസാണ് അവനിപ്പോൾ ഈ IPL അടിച്ചത്. അതെത്ര പന്തുകളിൽ നിന്നറിയോ? 245 പന്തുകളിൽ നിന്ന് 44.53 ആവറേജിൽ 236.32 സ്ട്രൈക്ക് റേറ്റിൽ 50 സിക്സറുകൾ, 53 ഫോറുകൾ. 15 വയസ്സേ അവന് പ്രായമുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക. എന്തായാലും വൈഭവാണ് ഹീറോ. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് മികവിൽ തന്നെയാണ് 5 പന്തുകൾ ശേഷിക്കെ 7 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയത്തിലേക്ക് രാജസ്ഥാൻ റോയൽസ് കടന്നുപോയിരിക്കുന്നത്. ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത LSG നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റിന് 220 റൺസ് എന്ന മികച്ച സ്കോർ നേടിയപ്പോൾ അത് RR മറികടന്നത് വൈഭവ് സൂര്യവംശിയുടെ വൈഭവത്തിലാണ്. തുടക്കത്തിലൊക്കെ ഒരല്പം പതിയെയാണ് വൈഭവ് പോയത്, പക്ഷെ പിന്നെ അവൻ പൊളിച്ചെടുക്കുകയായിരുന്നു. ഏതായാലും 19.1 ഓവറുകളിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്ന RR 7 വിക്കറ്റിൻ്റെ ഗംഭീര വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ സൂപ്പർ ജയൻസിനായിട്ട് മികച്ച ഒരു തുടക്കം അവരുടെ ഓപ്പണർമാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. മിച്ചൽ മാർഷും ജോഷ് ഇംഗ്ലീസും. ഇപ്പോൾ അവർ രണ്ടുപേരും നല്ല ഫോമില. 9ാമത്തെ ഓവറിൽ ആദ്യ വിക്കറ്റ് നഷ്ടമാകുമ്പോഴേക്കും 100 റൺസ് കടന്നു കഴിഞ്ഞിരുന്നു സ്കോർ ബോർഡിൽ. ഇംഗ്ലീസ് 29 പന്തിൽ 7 ഫോറും 3 സിക്സും അടക്കമാണ് 60 റൺസ് അടിച്ചത്. മറുഭാഗത്ത് മിച്ചൽ മാർഷ് 57 പന്തിൽ നിന്ന് 11 ഫോറും 5 സിക്സറും അടക്കം 96 റൺസ് കുറിച്ചു. നിക്കോളാസ് പൂറൻ 16 റൺസുമായിട്ട് മടങ്ങി. ഋഷഭ് പന്ത് 23 പന്തിൽ നിന്ന് 35 റൺസ് അടിച്ചു. ഏതായാലും ഒടുവിൽ 221 എന്ന വിജയലക്ഷ്യത്തിലേക്ക് RRൻ്റെ ബാറ്റിങ്. ആദ്യ ഓവറിൽ തന്നെ വൈഡ് ബൗണ്ടറി ആയി പോയതൊക്കെ ആയിട്ട് ആകാശ് സിംഗ് നിർലോഭം കൈയഴിച്ച് സഹായിച്ചു. 23 റൺസാണ് ആദ്യ ഓവറിൽ പിറന്നത്. യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് 7ാമത്തെ ഓവറിൽ വഴി പിരിയുമ്പോൾ 75 റൺസാണ് സ്കോർ ബോർഡിലുണ്ടായിരുന്നത്. യശസ്വി ജയ്സ്വാൾ 23 പന്തിൽ 8 ഫോറും 1 സിക്സും അടക്കം 43 റൺസാണ് അടിച്ചത്. ആ ഘട്ടത്തിൽ സൂര്യവംശി പതിയെ പോവുകയായിരുന്നു. എന്നാൽ ജുറലെത്തി നല്ല രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വൈഭവ് സൂര്യവംശി പൊളിച്ചെടുക്കുന്ന കാഴ്ച. ഒടുവിൽ വൈഭവ് മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 180 റൺസായി കഴിഞ്ഞിരുന്നു. 14ാമത്തെ ഓവറിൻ്റെ അവസാനമാണ് അവൻ മടങ്ങുന്നത്. വളരെ ഫിയർലെസ് ആയിട്ടുള്ള ഹിറ്റിംഗ് ആണ് കണ്ടത്. 7 ഫോറുകളും 10 സിക്സറുകളും അടക്കം 244.74 സ്ട്രൈക്ക് റേറ്റിലാണ് 38 പന്തിൽ നിന്ന് 93 റൺസ് അടിച്ചത്. അവൻ സെഞ്ചുറിയിലേക്ക് നീങ്ങുമെന്ന് കരുതി. പക്ഷേ മോസിൻ ഖാൻ്റെ പന്തിൽ അബ്ദുൽ സമദ് ബൗണ്ടറി ലൈനിൽ ക്യാച്ച് എടുത്ത് മടക്കി. ആ സമയത്ത് അവൻ്റെ ഒരു നിരാശ കാണണമായിരുന്നു. സെഞ്ചുറിക്കരികിൽ അവൻ വീണുപോയി. പക്ഷേ ടീമിൻ്റെ വിജയത്തിൻ്റെ അടിത്തറ അവനിട്ട് കഴിഞ്ഞിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രിട്ടോറിയസ് റണ്ണൗട്ടായി പോയി 7 റൺസാണ് അടിച്ചത്. ഒടുവിൽ ധ്രുവ് ജുറലും ഡൊണോവൻ ഫെറീറയും കൂടി ചേർന്നുകൊണ്ട് കളി അവസാനിപ്പിച്ചു. 10 പന്തിൽ നിന്ന് 16 റൺസ് അടിച്ച് ഫെറീറ ക്രീസിൽ പുറത്താകാൻ നിന്നപ്പോൾ മറുഭാഗത്ത് ധ്രുവ് ജുറൽ 38 പന്തിൽ നിന്ന് 3 ഫോറും 3 സിക്സും അടക്കം 53 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. ഏതായാലും തകർപ്പൻ വിജയം തന്നെ രാജസ്ഥാൻ റോയൽസ് നേടിയിരിക്കുന്നു. അവരുടെ പ്ലേ ഓഫ് എന്നുള്ളത് അവരുടെ കൈകളിൽ തന്നെയാണ് ഇരിക്കുന്നത്. 13 കളികളിൽ നിന്ന് 14 പോയിൻറ്റോടെ അവരിപ്പോൾ പോയിൻ്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.